നമസ്കാരം, ഞാൻ രേവത് ബാബുവാണ്. ഞാൻ ഇന്ന് ഒരുപാട് കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കാനെ ഞാനപ്പോ ഒരുപാട് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചു. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണലും കേൾക്കലൊക്കെ ഉണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് സഫലമായത്. അപ്പോ ഇന്ന് ഞാനിവിടെ എത്തിച്ചേർന്നപ്പോ ഇങ്ങനെ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിനെ ക്ഷണിച്ചതാണ്. പക്ഷെ എത്താൻ നേരം വൈകി ഒരു ആശുപത്രി കേസ് ഉണ്ടായിരുന്നു, അത് കൊണ്ടാക്കിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഫാത്തിമ താത്ത, വടകരയുള്ള താത്ത, ബേപ്പൂരുള്ള താത്താക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലുള്ള ഒരു സംരംഭം ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥത്തിൽ പറയാണ്. അത് ഒരു കൈത്താങ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അതിന്റെ ബേപ്പൂര് താത്താക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫൗണ്ടേഷനുകള് ഇനിയും വരട്ടെ. അത് ഇതൊരു കേരളത്തിന്, കോഴിക്കോടിന്റെ ഹൃദയഭാഗത്താണ്, എന്നാലും കേരളത്തിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു മനസ്സുകളാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക്. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു നല്ല കാര്യമാണോ പൊട്ട കാര്യമാണോ ചെയ്യണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മരണം വരെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക, ഒരുത്തന്റെ വേദന നമ്മളെ സങ്കടം പങ്കുചേരുക. അപ്പോ ഒരുപാട് നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ഈ ജൈത്രയാത്ര തുടരട്ടെ. ഒരു കൈത്താങ് എന്നൊരു സ്നേഹ സഹോദരൻ റിയൽ ഫൗണ്ടേഷൻ ഞങ്ങളോ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. രേവന്ത് ഭവനെ നിങ്ങൾ തെറി പറയും, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞങ്ങള് നന്മകൾ ചെയ്തിട്ടേ ദുനിയാവെന്ന് പോളൂ. ഞങ്ങൾ അല്ലേ ഒരുപാട് മോശ കമന്റുകൾ ഇടാം, പക്ഷെ ഇടുന്നവരൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് കഴിയാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. എന്തായാലും അല്ലേ? അതെ, നമ്മുടെ അമ്മയുടെ വയറ്റിൽ വരുമ്പോ നമ്മള് ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. നമ്മൾ ഈ മണ്ണ് വിട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ ഒരാളെ പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോളൂ. ഞങ്ങൾക്ക് അത് ഞങ്ങൾ എന്താവും, നിങ്ങൾ എറിയുന്ന ഓരോ കൽക്കഷ്ണവും ഞങ്ങൾക്ക് മുല്ലപ്പൂവായിട്ട് ഞങ്ങൾ പതിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളല്ലേ. അതേപോലെ രേവന്ത് ബാബുവിന് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക്, വളരെ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. ഇനിയും ഇദ്ദേഹം ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, നമസ്കാരം.